എൻ്റെ പേര് ബിൻസി. വീട് പത്തനംതിട്ടയാണ്. പഠിച്ചുകൊണ്ടിരുന്നത് എറണാകുളത്ത് കാക്കനാട്. ഞാൻ ഇൻഫോ പാർക്കിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഇതിൽ എൻ്റെ റൂമിൽ വേറൊരു ചേച്ചി ഉണ്ടായിരുന്നു, ഒരു ആലപ്പുഴക്കാരി ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ചേച്ചിയുടെ കയ്യിൽ ഇവിടുത്തെ ഉടമ്പടിയും ഇവിടുത്തെ പുസ്തകങ്ങളും കാര്യങ്ങളും ഒക്കെ ഇരിക്കുന്ന. അന്നേരം അപ്പോൾ ചേച്ചി എന്നോട് തന്നെ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ട്രോളി കാണാറുണ്ട്. എനിക്ക് ഇതെൻ്റെ അനിയനാണ് സ്റ്റാലിൻ. ഇവിടെ ഇല്ല, ഇവൻ അബുദാബിയിലാണ്. അവൻ അബുദാബിയിൽ ഓയിൽ കമ്പനിയിൽ ജോലിയാണ്. അപ്പോൾ ഈ കസിൻസൊക്കെ ഇവൻ്റെ കൂടെ, ഞങ്ങൾ കസിൻസ് എല്ലാവരും ഒരു കമ്പനിയിലായിട്ട് എല്ലാവരും അടുത്തടുത്ത് തന്നെയാണ്. അല്ലാണ്ട് പ്രശ്നമോ വയ്യാന്നിങ്ങനെ പറയുന്നുണ്ട്. അവൻ്റെ കൈക്കും കാലിനും പ്രശ്നമുണ്ടെന്ന് ഇവനറിയാം. പക്ഷേ ഇത് നമ്മളെ കാണിച്ചാൽ നമുക്ക് വിഷമാവുമെന്ന് വിചാരിച്ച് പറഞ്ഞില്ല. അപ്പോൾ എൻ്റെ അച്ചാച്ചൻ അവിടെ ചെന്നിട്ട് അച്ചാച്ചൻ നിർബന്ധിച്ച് ഇവനെയും കൊണ്ട് ആശുപത്രി പോയപ്പോൾ അപ്പോൾ സ്കാൻ ചെയ്തു. അബുദാബിയിൽ വെച്ച് നമ്മൾ അറിയുന്നത്, ഇവിടുത്തെ ഡോക്ടർ പറഞ്ഞു തലയ്ക്കകത്ത് ട്യൂമർ, ഇപ്പം തന്നെ ഇത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം അവിടെ ആരും നോക്കാനില്ല, എല്ലാവരും ഡ്യൂട്ടി ഉണ്ട്. ഇത് കേട്ടപ്പം വല്ലാണ്ടായിപ്പോയി, എന്നാ ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. അപ്പം ഞാനിങ്ങനെ കൊന്ത ചൊല്ലി ഇരിക്കുന്ന സമയത്ത് ഭയങ്കര മുല്ലപ്പൂവിൻ്റെ മണം. ഇവനെ എയർപോർട്ടിൽ നിന്ന് കൊണ്ടുവരാൻ പോകുന്നതിൻ്റെ 3 ദിവസം മുമ്പ്, അതായത് 6 മാസത്തേക്ക് മുന്നെയാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അപ്പോൾ 3 ദിവസം മുമ്പ് ഞങ്ങൾ പോയപ്പോൾ ഞാൻ കാണുന്നത്, ഇവിടുന്ന് പോയ എൻ്റെ അനിയനല്ല തിരിച്ചു വന്നിരിക്കുന്നത്. അവൻ്റെ ഈ ഒരു സൈഡ്, ഇങ്ങേ സൈഡ് കോടിപ്പോയി, മുഖം ഒരു സൈഡിലേക്ക് കോടിപ്പോയി. അവന് ഈ കണ്ണിന് കാഴ്ചയില്ല, ഈ ചെവി കേൾക്കത്തില്ല, ഇവന് ഈ കൈ അനക്കത്തില്ല, ഈ കാലനക്കത്തില്ല. അവൻ മുടന്തി വരുന്നത്. അപ്പം എയർപോർട്ടിൽ നിന്ന് ഇവൻ വരുന്ന കാഴ്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. ഞാനുണ്ട്, എൻ്റെ അപ്പനുണ്ട്, അമ്മയുണ്ട്. മനസ്സിൽ ഞാൻ അമ്മമാതാവിനെ വിളിച്ചു, എനിക്ക് ധൈര്യം തരണേ. ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവിടുത്തെ ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു ഇവന് സ്ട്രോക്ക് വന്നതാണെന്ന് പറഞ്ഞു. ആരും പറഞ്ഞു തിരുവനന്തപുരത്ത് ശ്രീചിത്ര എന്നൊരു ഹോസ്പിറ്റലുണ്ട്, ന്യൂറോയ്ക്ക് ഏറ്റവും ബെസ്റ്റ് ഹോസ്പിറ്റലാന്ന് പറഞ്ഞു. അപ്പം അവിടെ റെഫറൻസ് ഉണ്ടെങ്കിലൊക്കെ ഏറ്റതുള്ളൂ എന്ന് പറഞ്ഞു. നമ്മൾ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയപ്പം ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു ഇവന് സ്ട്രോക്ക് വന്നതാണെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പറഞ്ഞു ഡോക്ടറെ ഞങ്ങൾക്ക് ആ ഒരു ഹോസ്പിറ്റലിലേക്ക് റെഫറൽ ചെയ്ത് തരാൻ പറഞ്ഞു. അപ്പോൾ രാവിലെ 5 മണിയായി. 5 മണി കഴിഞ്ഞു ഇവൻ വന്നപ്പം. എന്നുവെച്ച് ഡോക്ടർ റെഫറൽ തന്നേച്ച് ഞങ്ങൾ എന്ത് ചെയ്തു, ഇവനെയും കൊണ്ട് ശ്രീചിത്ര ഹോസ്പിറ്റലിൽ ചെന്ന സമയത്ത് ഡോക്ടേഴ്സ് ചെക്ക് ചെയ്ത് എടുത്ത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അറിയുന്നത്, ഞാനൊക്കെ എൻ്റെ ജീവിതത്തിൽ പോലും കേൾക്കാത്ത ഒരു അസുഖം, ക്യാവർണോമ എന്ന് പറഞ്ഞിട്ടൊരു അസുഖം. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു മോളെ ഇത് കുഞ്ഞുങ്ങൾക്ക് ചെറുപ്പത്തിൽ വരുന്ന ഒരു അസുഖമാണ്. തലച്ചോറ് തൊട്ടിട്ട് തലയ്ക്കകത്തിൽ വരുന്ന ഒരു അസുഖമാണ്. അതായത് തലയ്ക്കകത്തിൽ നമ്മളുടെ ഈ കുമ്മിള പോലെ, അതായത് മുന്തിരി കൊലകൾ പോലെ ഇങ്ങനെ ബ്ലഡ് അല്ലെങ്കിൽ വെള്ളം ഇങ്ങനെ ക്ലോട്ട് ചെയ്യും ഞരമ്പിനകത്ത്. അപ്പോൾ ഇവനത് വന്നത് മെയിൻ സ്ഥലത്താണ്. നമ്മുടെ തലയ്ക്കകം തൊട്ട് കാല് വരെ പോകുന്ന ഒരു മെയിൻ ഞരമ്പുണ്ട്. ആ മെയിൻ ഞരമ്പിൻ്റെ സൈഡിൽ തലച്ചോറിനകത്താണ് ഇവനിത് വന്നേക്കുന്നത്. അപ്പം ഈ രോഗമുള്ള കുട്ടിക്ക് ഒരു 22 വയസ്സൊക്കെ ആകുമ്പോൾ, 21-22 വയസ്സാകുമ്പോഴേ ഇതിൻ്റെ സിംറ്റംസ് പുറത്ത് കാണിക്കത്തുള്ളൂ. അപ്പോൾ ഇവൻ ആ പ്രായമായപ്പോൾ ഇവൻ്റെ സിംറ്റംസ് പുറത്ത് വന്നത്. അപ്പം ഇത് ഈ അസുഖം വരുന്നതെന്ന് 1000-1-2 പേർക്കേ വരുത്തുള്ളൂ ഈ അസുഖം. അപ്പം ഡോക്ടർ എന്നോട് പറഞ്ഞു മോളെ ഒരു 6 ആഴ്ചത്തേക്ക് നമുക്ക് ടാബ്ലറ്റ് കഴിച്ചിട്ട് നോക്കാം, എന്നിട്ട് കുറവില്ലെങ്കിൽ നമുക്ക് ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞു. മെഡിസിനൊക്കെ മേടിച്ച് വെച്ച് ഞങ്ങൾ വീട്ടിലോട്ട് പോന്നു. വേറെ എവിടത്തേലും ഒന്നും കൂടെ കാണിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, വേറെ അറിയപ്പെടുന്ന ഒരു ഹോസ്പിറ്റൽ പത്തനംതിട്ടയിൽ നമ്മൾ കൊണ്ടുപോയപ്പോൾ അവിടുത്തെ ഡോക്ടർ ഇവൻ എൻ്റെ അടുത്തിരിക്കുക, അമ്മ അപ്പുറത്തിരിക്കുക. എൻ്റെ അമ്മയാണെങ്കിൽ ഹാർട്ട് പേഷ്യൻ്റ്. അപ്പോൾ ആൾക്ക് ഒരുപാട് വിഷമമൊന്നും പറ്റത്തില്ല. അമ്മ അപ്പുറത്തിരിക്കുക, അപ്പനാണെന്നുണ്ടെങ്കിൽ വെളിയിൽ നിൽക്കുക. ആൾക്കിതൊന്നും കേൾക്കാൻ വയ്യാത്തതുകൊണ്ട് ആൾ വെളിയിൽ നിൽക്കുക വിഷമിച്ച്. ഡോക്ടർ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഇവനിരിക്കെ എന്നോട് പറയാം, ഞങ്ങൾ ഓപ്പറേഷൻ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഈ വ്യക്തി ഇനി എണീക്കത്തില്ല, ഒന്നെങ്കിൽ കോമയിലായിപ്പോവും, അല്ലെങ്കിൽ ശരീരം മൊത്തം തളർന്നു പോകും, അല്ലെങ്കിൽ 1% പോലും ഞങ്ങൾക്ക് ചാൻസില്ല ഇവൻ രക്ഷപ്പെടുമെന്ന്, ഒരു ചാൻസും ഇല്ല എന്ന് പറഞ്ഞു. അതായത് ഫാക്റ്റായിട്ടുള്ള കാര്യം ഡോക്ടർ നമ്മളോട് വെട്ടി തുറന്ന് പറഞ്ഞു എന്നുള്ളതാണ് സത്യം. ഇവനും കേട്ടുപോയി, ഇവനും വല്ലാണ്ടായിപ്പോയി, അമ്മയായിപ്പോൾ കൊണ്ടുപോയല്ലോ എന്നായിപ്പോയി. എന്നിട്ട് ഞാൻ പറഞ്ഞു ഇനി എങ്ങും കൊണ്ടുപോകണ്ട, കാരണം ന്യൂറോയിൽ ഏറ്റവും വലിയ ഹോസ്പിറ്റൽ അതെന്ന് വിചാരിച്ച് ഞങ്ങൾ 6 ആഴ്ച ഇവന് മരുന്ന് കൊടുത്തേച്ച് ഞാൻ ആ സമയത്ത് ഉടമ്പടി പ്രാർത്ഥന ചൊല്ലുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഡേ ബൈ ഡേ ഇവൻ നടക്കുന്നതും ഇവന് ശ്രദ്ധയില്ല, ഇവന് ഓർമ്മയില്ല, ഒന്നുമില്ല. അപ്പോൾ ഡേ ബൈ ഡേ ഇവൻ്റെ കണ്ടീഷൻ വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കും. ഞാനിങ്ങനെ ഉള്ളിൽ പ്രാർത്ഥിക്കുന്നുണ്ട്,
ഞാൻ എന്തെങ്കിലും തെറ്റ് അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നിട്ടൊന്നും ഇവന് ശരിയാകുന്നില്ല. അന്ന് വെച്ചാൽ ഒരു ദിവസം ഇവൻ ഞങ്ങളുടെ വീടിൻ്റെ സ്റ്റെപ്പേന്ന് ഉരുണ്ടടിച്ച് താഴെ പോയി. ഇവനോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ആരും ഇല്ലാണ്ട് പോവരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, എങ്ങോട്ടും പോവരുതെന്ന്. ഇവൻ എണീറ്റ് സൈഡിൽ പോയി നിന്ന് ആ സ്റ്റെപ്പിൻ്റെ മുകളിൽ നിന്ന് എനിക്കൊന്നും ഒരു 10-12 സ്റ്റെപ്പ് ഉണ്ട്, അതിൻ്റെ മുകളിൽ നിന്ന് ഇവൻ ഉരുണ്ടടിച്ച് താഴെ പോയി. ഇവൻ്റെ തലയുടെ ബാക്ക് സൈഡ് ഇത്രയും ഭാഗം പൊട്ടി. അവൻ്റെ ആ ക്യാവർനോമ ഇരിക്കുന്ന സ്ഥലം തന്നെ പൊട്ടി. എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ഇവനെ എടുത്ത് അടുത്തുള്ളൊരു ക്ലിനിക്കിൽ കൊണ്ടുപോയി കഴിഞ്ഞപ്പം ഡോക്ടറോട് ഇതുപോലെ കാര്യം പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു സ്റ്റിച്ച് ഇട്ട് തരാം, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ കുട്ടീനെ നിങ്ങൾ കാണിക്കുന്ന അവിടെ എത്തിച്ചോളാൻ പറഞ്ഞു. ഇപ്പോൾ പോകുന്ന വഴിക്കെല്ലാം നമ്മുടെ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുക, ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുക. ഡോക്ടറെ കണ്ട സമയത്ത് ഡോക്ടർ പറഞ്ഞു ഈ ആളുടെ ബ്രെയിനിൽ ഫ്ലൂയിഡ് ലീക്കായി പോയിട്ടുണ്ട്, അപ്പം തന്നെ ഒരു മൈനർ സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ ഇവന് ഈ ഇങ്ങേ സൈഡിൽ ഇവൻ്റെ ഇവിടെ പാടുണ്ട്, ഇവിടെ മൈനർ സർജറി ചെയ്തു. മൈനർ സർജറി ചെയ്തപ്പോഴത്തേക്കിന് ആൾ ഞാൻ നോക്കിയപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ എനിക്ക് പിന്നെ ഒരു വിശ്വാസം, അയ്യോ മാതാവ് സഹായിച്ചല്ലോ എന്നുള്ളൊരു വിശ്വാസമായി. അത് കഴിഞ്ഞ് 2ാമത്തെ ദിവസമായപ്പോൾ വീണ്ടും ഇവൻ്റെ കണ്ടീഷൻ വേഴ്സ്റ്റ് ആവാനായിട്ട് തുടങ്ങി. പ്രാർത്ഥിക്കുമ്പോൾ എനിക്കിങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ കാണുന്നത് ഇവനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കട്ടിൽ, എന്നിട്ട് ഒരുപാട് ഇവൻ്റെ പ്രായത്തിലുള്ള മക്കളിങ്ങനെ മരിക്കുക, ആക്സിഡൻറ്റിൽ മരിക്കുക, എവിടെ തിരിഞ്ഞാലും ഇങ്ങനെ മരിച്ച് കിടക്കുന്നത് പോലത്തെ ഒരു ഇതാണ് കാണുന്നത്. അന്നേരം ഇപ്പം എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഭയമായി. കർത്താവെ, ഞാൻ അറിയാണ്ട് നിന്നെ പരീക്ഷിച്ചു പോയിട്ടുണ്ട്, ഇക്കാര്യത്തിൽ എന്നെ പരീക്ഷിക്കല്ലേ എന്ന് ഞാൻ ഉള്ളിൽ പ്രാർത്ഥിച്ചു. അപ്പൻ്റെ അനിയൻ്റെ ഭാര്യയുണ്ട്, ആൻറ്റി ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ആൻറ്റി ഇതുപോലെ ആൻറ്റി എന്നോട് പറയും, ആൻറ്റിയുടെ മോളുണ്ട്, ചെറിയ കൊച്ച, ഇവരൊക്കെ രാവിലെ തൊട്ട് തന്നെത്താൻ ഇങ്ങനെ കണ്ണിക്കൂടെ വെള്ളം പോയിക്കൊണ്ടിരിക്കുക. ആൻറ്റി എന്നോട് പറയും ഭയങ്കര വിഷമം എന്നോത്തിനാണെന്നറിയത്തില്ല, ഭയങ്കര വിഷമം, എന്നിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് മനസ്സിലായി കർത്താവെ എന്നാണ്ട് വരുന്നുണ്ട്, എന്നാണ്ട് ഒരു ആപത്ത് വരുന്നുണ്ട്, എൻ്റെ മാതാവെ ഞാൻ എന്നാ ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഇവന് കൈയും അനങ്ങത്തില്ല, കാലും അനങ്ങത്തില്ല. അപ്പോൾ ഇവന് ഭക്ഷണം വാരി കൊടുക്കാൻ നമ്മൾ വേണം കയറി ചെല്ലാനായിട്ട്. രാവിലെ അമ്മ പോയാൽ ഉച്ചയ്ക്ക് ഞാൻ പോവാ, വൈകുന്നേരം ആകുമ്പോൾ അപ്പൻ പോകും. അപ്പോൾ അന്ന് എനിക്ക് ഒരുപാട് ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് എനിക്ക് അന്നത്തെ ദിവസം ഇവൻ്റെ അടുത്ത് പോകാൻ പറ്റിയില്ല. അപ്പോൾ അന്ന് വൈകുന്നേരം അമ്മയാണ് 3 സമയത്തും പോയി. അപ്പോൾ അമ്മ ഇതുപോലെ പറയുന്നുണ്ട്, ഇവനൊന്നും ആക്റ്റീവ് അല്ല, അവനൊന്നും അനങ്ങുന്നില്ല, ഒന്നും പറയുന്നില്ല, എടുക്കുന്നില്ല, ഒരു ചലനവും ഇല്ല. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല അമ്മ, അവൻ മെഡിസിൻ്റെ ആയിരിക്കും, ഉറങ്ങുവാന്ന് വിചാരിച്ചു. ICUവിൽ ഇവനെ കാണാനായിട്ട് കയറി ചെന്നു. ഇവനെ അമ്മയാണ് പോയത്. അപ്പോഴത്തേനും എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് അമ്മ കയറിപ്പോയിക്കോ, ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അമ്മേനെ ഞാൻ കയറ്റിവിട്ട് അമ്മ അവിടെ ചെന്ന സമയത്ത് ഇവൻ ഒരു മരിച്ചു കിടക്കുന്ന ഒരു ഡെഡ് ബോഡി എങ്ങനെ കിടക്കണേ അതുപോലെ ഇവൻ കിടക്കുക. അമ്മ വിളിച്ചിട്ടും എടുത്തിട്ടും ഒന്നും അനക്കവും കാര്യങ്ങളും ഒന്നുമില്ല. പേടിച്ചരണ്ട എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മമ്മി മോനെ അനക്കമില്ലടി ചേച്ചി, ഇവൻ്റെ കണ്ണിങ്ങനെ പൊളിച്ച് നോക്കിയെന്ന് പറഞ്ഞു. ഒരു ഡോക്ടർ ഇങ്ങനെ കണ്ണ് പൊളിച്ച് നോക്കിയേച്ച് കണ്ണ് അതേപോലെ അവരടച്ചു വെച്ചിട്ട് അമ്മയോട് പറഞ്ഞു അമ്മ ഇറങ്ങിക്കോ എന്ന് പറഞ്ഞു. അമ്മ വേറെ ആരെങ്കിലും വിളിക്കാൻ പറഞ്ഞു. എന്ന് വെച്ചാൽ അമ്മ ഇറങ്ങിയിട്ട് എന്നെ വിളിക്കുന്നത്. ഞാൻ കയറി ചെല്ലുന്ന സമയത്ത് ഞാൻ കാണുന്നത് അവൻ്റെ മുഖം കൂടെയുള്ളു കവർ ചെയ്യാനായിട്ട്. ഇവനെ ആ കിടക്കുന്ന സാധനത്തിൽ വെള്ളം പൊതിപ്പിച്ച് പുറത്തോട്ട് കൊണ്ടുവന്ന രൂപവും ഞാൻ കാണുന്നത്. എന്ന് വെച്ചാൽ ഞാനാണെന്നുണ്ടെങ്കിൽ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടേഴ്സൊക്കെ മാറി നിൽക്കുക, കാരണം കഴിഞ്ഞു എന്നുള്ള രീതിക്ക്. അടുത്ത് ചെന്നിട്ട് ഇവനെ വിളിച്ചു, ഉണ്ണീന്ന് വിളിച്ചു. ഒരു ചലനവും ഇല്ല, ഒരനക്കവും ഇല്ല. പ്രാർത്ഥിക്കുമല്ല, മനസ്സിൽ പ്രാർത്ഥന വരുന്നില്ല. എൻ്റെ മാതാവേ, ഈ ഒരു രൂപം മാത്രമേ ഉള്ളൂ എൻ്റെ മനസ്സിൽ, വേറെ ഒന്നുമില്ല. തോളയിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഞാൻ ചെവിയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു എടി സുന്ദരി ഒന്ന് കണ്ണ് തുറക്കടി എന്ന് പറഞ്ഞു. ഇത്രയും ഞാൻ പറഞ്ഞോളൂ. ഞാൻ പറയുകയും ഇവൻ്റെ കൺപീലിയാണ്. ആ സൈഡിൽ നിന്ന് ഡോക്ടർ കണ്ടു. ഡോക്ടർ ഓടി വന്നേച്ച് പറഞ്ഞു വിളിക്ക്. ഇനിയും വിളിച്ചു ഇവനെ. പിന്നെ ഞാൻ ആ പേര് വിളിക്കുമ്പോഴത്തേന് ഇവൻ മൂളി. അപ്പം തന്നെ ഇവനെയും കൊണ്ട് നേരെ ഞാൻ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഈ ജീവൻ പിടിച്ച് നിൽക്കാനായിട്ട് ഒരു സാധനം വെച്ച് ഇങ്ങനെ തേച്ച് നെഞ്ചത്തുനിന്ന് ഇങ്ങനെ വലിച്ചെടുക്കുക ഇവൻ ഒന്ന് അനങ്ങാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇവനെയും കൊണ്ട് നേരെ അവർ വെൻറ്റിലേറ്ററിലേക്ക് പോയി. ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ പോയ ആളെ ദൈവം തിരിച്ചു തന്നു എന്ന് നിങ്ങൾ വിചാരിച്ചാൽ മതി എന്ന് പറഞ്ഞു. എൻ്റെ മാതാവിനോട് ഞാൻ എന്നെ സഹായിക്കണമെന്ന് മാത്രം ഞാൻ മാതാവിനോട് മനസ്സിലിങ്ങനെ പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ഞാൻ നേരെ ഞാൻ കയറി പോകുന്നത് NICUവിലാണ്. ഇത് 12-13 പേരുടെ ഒരു ടീമാണ് നോക്കുന്നത്. ഒന്നെല്ലാം ഹെഡ് ഒരാളുണ്ട്, അതിൻ്റെ തൊട്ട് താഴെയുള്ളൊരു ഡോക്ടറുണ്ട്. ആ ഡോക്ടറോട് ഞാൻ ചോദിച്ചു, ഡോക്ടറെ ഇനി എന്താ ചെയ്യുന്നത്? അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, മോളെ ഒന്നും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല,
3 തവണ ഇവൻ്റെ തലയിലെ ഞരമ്പ് പൊട്ടി. ഒരിക്കലും അത്രയും ഞരമ്പ് പൊട്ടുന്ന ഒരാൾ ജീവിച്ചിരിക്കില്ല. കോമ സ്റ്റേജിലേക്ക് പോകാം, ഇവന് കാർഡിയക് അറസ്റ്റ് വരാം, ഇവനെ നമുക്ക് തിരിച്ചു കിട്ടില്ല, 1% പോലും ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല. ഇപ്പം ഇങ്ങനത്തെ ഒരു സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ ഇവനെ വെന്റിലേറ്ററിൽ ഇട്ടെങ്കിലും നിങ്ങൾക്ക് കുറച്ച് നാൾ ഇവനെ കാണാമെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ ഇതേ പറഞ്ഞുള്ളൂ, മാതാവേ എന്നെ ഒന്ന് സഹായിക്കണേ. ഇത്ര ഞാൻ പറഞ്ഞോളൂ. നിങ്ങളുടെ ഹിതം എന്താണോ അവനെ എനിക്ക് തരാനാണെങ്കിൽ എനിക്ക് തിരിച്ചതായോ. എൻ്റെ അനിയനായിട്ടല്ല ഞാൻ ചോദിക്കുന്നത്, എൻ്റെ അല്ല, നിങ്ങളുടെയാണ്, നിങ്ങളുടെ മകനാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊണ്ടുപോയിക്കോ, ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് അവനെ തിരിച്ചതായോ എന്ന് പറഞ്ഞു. ഇതിൽ കൂടുതൽ അവനെ ഇനി വേദനിപ്പിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ വിഷമിച്ച് ലിഫ്റ്റിൽ ഇറങ്ങി താഴോട്ട് പോവാം. താഴെ ചെന്ന് ഈ ഡോറ് തുറക്കുന്നത് മെയിൻ ഡോക്ടറിൻ്റെ മുന്നിലോട്ടാണ്. ഇല്ല, ഞാൻ ആ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ എൻ്റെ അനിയനാണിത്. അവരൊന്നും ഇല്ല ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഇല്ലടോ ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല, കാരണം ഇത്രയും റിസ്ക് ഉള്ള ഒരു കാര്യം ഞങ്ങൾ ചെയ്തിട്ട് നാളെ എന്തെങ്കിലും സംഭവിച്ചു പോയാലും നിങ്ങൾ ഞങ്ങളെ കുറ്റപ്പെടുത്തും എന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് പറഞ്ഞു അത് മോളെപ്പോലെ ഒരു കുഞ്ഞുകുട്ടി വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല, വലിയ ആൾക്കാരെ വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടറെ എനിക്ക് ഇത്ര വയസ്സുണ്ട്, ഞാനൊരു ടീച്ചറാണ്, ഇവൻ്റെ കാര്യങ്ങളൊക്കെ ടേക്ക് കെയർ ചെയ്യുന്നത് ഞാനാണ്. ഒരു ആൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാനൊന്ന് ആലോചിക്കട്ടെ, ഒട്ടും ചാൻസ് ഇല്ല എന്ന് പറഞ്ഞാൽ ആൾ കയറിപ്പോയി. അപ്പോഴും എൻ്റെ പ്രതീക്ഷ എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഞാൻ മനസ്സിൽ എൻ്റെ ഓടിക്കൊണ്ടിരിക്കുന്നത് ഒരേ ഒരു വചനം, ഭയപ്പെടേണ്ട, ഞാൻ കൂടെയുണ്ട്. ഞാൻ ആ റോഡ് ക്ലോസ് ചെയ്ത് അപ്പുറത്തും പോണേക്ക് മുന്നേ നമ്മുടെ മൊബൈൽ നമ്പറും പേരും അവിടെ കൊടുക്കും. ആ ഡോക്ടർ എൻ്റെ മൊബൈലിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു ബിൻസി എത്രയും പെട്ടെന്ന് NICUലേക്ക് വരാൻ പറഞ്ഞു. ആ വന്ന അതേ സ്പീഡ് തിരിച്ച് കയറിപ്പോയപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾ ചെയ്യുന്നതിന് പ്രശ്നമില്ല, ഞങ്ങൾ ചെയ്യാം, പക്ഷേ ഇതിൻ്റെ റിസ്ക് ഫാക്ടർ ഇങ്ങനെയൊക്കെയാണ്, ഞങ്ങൾക്ക് 1% പോലും ചാൻസ് ഇല്ല, ഈ ഒരു വ്യക്തിനെ ഞങ്ങൾക്ക് തിരിച്ചു തരാൻ പറ്റുന്ന 1% പോലും ചാൻസ് ഇല്ല ഡോക്ടറെ എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് എന്നാൽ അച്ഛനെ അമ്മയും വിളിച്ചോളാൻ, അതായത് ഇവനെ അവസാനമായിട്ടെങ്കിലും കാണാൻ വേണ്ടിയിട്ട് അച്ഛനെ അമ്മേനെയും വിളിച്ചോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരാളെയും വിളിക്കേണ്ട എന്ന് പറഞ്ഞു, ഒരാളെയും വിളിക്കേണ്ട, അപ്പനെയും വിളിക്കേണ്ട, അമ്മേനെയും വിളിക്കേണ്ട, ആരെയും വിളിക്കേണ്ട, കാരണം എങ്ങനെ എനിക്ക് ശക്തി കിട്ടിയെന്ന് അറിയത്തില്ല. ഉള്ളിൽ എന്തോ ഒരു ആരോ ഇരുന്ന് പറയുന്നത് പോലെ പേടിക്കേണ്ട, അവൻ തിരിച്ചു വരും എന്നുള്ള ഒരു ഇത്. എന്നിട്ട് ഡോക്ടർ എൻ്റെ അടുത്ത് പിന്നെയും എടുത്ത് ചോദിച്ചു ഒന്നുകൂടി ചിന്തിച്ചൂടെ എന്ന് ചോദിച്ചു. കാരണം ചിലപ്പോൾ ഡോക്ടറിന് എന്നോട് ദേഷ്യം വന്ന് തോന്നിയിട്ടുണ്ടാവാം ഞാൻ അങ്ങനത്തെ ഒരു തീരുമാനം എടുത്തതിന്. ഞാൻ പറഞ്ഞു വേണ്ട, ഒരാളെയും വിളിക്കേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ഒന്ന് സൈൻ ചെയ്ത് തരണം, കുറേ പേപ്പേഴ്സ് കൊണ്ടുവന്ന് ആ പേപ്പേഴ്സിലെല്ലാം സൈൻ ചെയ്ത് കൊടുത്തു. എൻ്റെ ഡോക്ടർ എന്നോട് ചോദിച്ചു അനിയനെ ഒന്ന് കാണുന്നു എന്ന് ചോദിച്ചു. അത് അവസാനത്തെ കാഴ്ച പോലെയാണ് എൻ്റെ അടുത്ത് ചോദിക്കുന്നത്. ഞാൻ കയറി NICUവിൽ അവരുടെ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ഇട്ട് കയറ്റി. കാരണം ഇവനെ ഓപ്പറേഷനായിട്ട് റെഡിയാക്കി അവർ കിടത്തിയേക്കാം. ഞാൻ പറഞ്ഞു ഞാനൊന്ന് തൊട്ടോട്ടെ എന്ന് ചോദിച്ചു. അവരൊന്ന് തൊട്ടോളാൻ പറഞ്ഞു. ഞാൻ ഇവൻ്റെ കയ്യിൽ മാതാവിൻ്റെ രൂപമുള്ള നമ്മുടെ ലോക്കറ്റ് കൊടുത്തു. ഞാൻ കൊടുത്ത വഴിക്ക് ഇവൻ ഒറ്റ അതെടുത്ത് പോയി ഓടിയെടുത്തിട്ട് ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞു മാതാവേ അവൻ എന്തുവാ ചെയ്യുന്നതെന്ന് അവൻ അറിയത്തില്ല, അവന് ഒരു ബോധവും ഇല്ല, അവനോട് ക്ഷമിക്കണേന്ന് പറഞ്ഞു. ആ പറഞ്ഞ വ്യക്തി അതുവരെ ഒരു അനക്കമോ ചലനമോ ഒന്നും ഇല്ലാതിരുന്ന ആൾ ആ ലോക്കറ്റ് എന്നോട് ചോദിച്ചു, അത് തരാൻ പറഞ്ഞു. എന്നോട് പറഞ്ഞു അതിങ്ങി താന്നു പറഞ്ഞു. എന്നിട്ട് ഞാനിവൻ്റെ കയ്യിൽ കൊടുത്തു. അപ്പോൾ അടുത്ത് നിന്ന് നേഴ്സ് എന്നോട് പറഞ്ഞു ആളുടെ പെങ്ങൾ വന്നാലേ സംസാരിക്കാൻ പറ്റുള്ളൂ എന്ന് ചോദിച്ചു. ഞാൻ ഇവനോട് പൂർണ്ണ വിശ്വാസത്തിൽ, ഞാൻ എൻ്റെ മാതാവിനെയും ഈശോനെയും പൂർണ്ണ വിശ്വാസത്തിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു, മോൻ പോയിട്ട് തിരിച്ചു വാ, ചേച്ചി ആ ഡോറിൻ്റെ പുറകിലുണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ എന്നോട് ഇത്രേ പറഞ്ഞുള്ളൂ, വരാം എന്നുള്ള അർത്ഥത്തിൽ എന്ന് താഴെ വന്നേച്ച് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ കാണുന്ന രൂപം മാതാവ് റൈറ്റ് സൈഡിൽ, ഇവൻ്റെ ഓപ്പറേഷൻ താഴെ നടന്നുകൊണ്ടിരിക്കുക, മാതാവ് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിൽ ഈശോയും. അപ്പം എന്നെ നോക്കി ഇങ്ങനെ ചിരിക്കുമോ ഇവർ, ഈ രൂപമാണ് ഞാൻ കാണുന്നത്. അപ്പം ഒരു സൈഡിൽ എനിക്ക് മനസ്സിലാവുന്നില്ല ഇതെന്തുവാന്ന്. അപ്പം ഞാനൊക്കെ ദൈവമേ ഇവരിനി ഇവനെ കൊണ്ടുപോകാനായിട്ട് വന്നതാണോ, വെറുതെ സൈഡിൽ ഞാൻ ഇനി ഇവനെ എനിക്ക് തിരിച്ചു തരാനാണോ, എന്നതാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ അത് കഴിഞ്ഞിട്ട് രാവിലെ 8:45 ഇവൻ്റെ ഓപ്പറേഷൻ കയറ്റി. വൈകുന്നേരം 3:45 ആ ഡോക്ടർ എൻ്റെ മൊബൈലിൽ വിളിച്ചു. എൻ്റെ മൊബൈലിൽ വിളിച്ചിട്ട് പറഞ്ഞു ബിൻസി കയറി വരാൻ പറഞ്ഞു. ജീവനില്ലാത്തൊരു ശവം പോലെയാണ് ഞാൻ കയറിപ്പോകുന്നത്. കാരണം ഈ ഡോക്ടർ ഇനി എന്തോ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. അത് വന്ന് എൻ്റെ വീട്ടുകാരോട് പറയണം. എങ്ങാണ് ഇവൻ എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നോട് എല്ലാവരും ചോദിക്കും എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നുള്ളത്. ഇതൊക്കെ മനസ്സിൽ പോകുന്നുണ്ട്. എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ നീ ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്നുള്ള വചനം എൻ്റെ തലയിൽ മുഴങ്ങിക്കൊണ്ടേയിരുന്നു. ഞാൻ മോളിൽ ചെന്ന സമയത്ത് ആദ്യം ഈ ഡോക്ടർ ആ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള ആളുടെ ഒരു ഡ്രസ്സിലാണ് NICU തല
പകുതി ഉടലും മാത്രമേ ഉള്ളൂ വെളിയിൽ, ബാക്കി NICU-നകത്താണ്. ആളെന്നോട് ഇതുപോലെ ചോദിച്ചു, ചിരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. അത് കണ്ടപ്പോൾ എനിക്ക് ജീവൻ വീണു. അപ്പോൾ എനിക്ക് മനസ്സിലായി ദൈവമേ വലിയ കുഴപ്പമില്ല എന്ന് വെച്ചാൽ. ഞാനാണെന്നുണ്ടെങ്കിൽ ഡോക്ടർ ഞാൻ ചെന്ന വഴിക്ക് എൻ്റെ തോളിൽ ഇങ്ങനെ തട്ടിയേച്ച് എന്നോട് പറഞ്ഞു, താൻ എടുത്തൊരു ഡിസിഷൻ നല്ലൊരു ഡിസിഷനായിരുന്നു, കാരണം ഞങ്ങൾ പോലും ഭയപ്പെട്ടു പോയി എന്ന് പറഞ്ഞു. അവിടെ സത്യമായിട്ട് എൻ്റെ ആ ഡോക്ടർ എന്നോട് ഇന്നേ വരെ എനിക്ക് തോന്നുന്നു ആ ഹോസ്പിറ്റലിൻ്റെ ചരിത്രത്തിൽ ഓപ്പറേഷൻ കഴിഞ്ഞ ഒരാളെ കാണാനായിട്ട് കയറ്റിയിട്ടില്ല. എൻ്റെ അടുത്ത് ചോദിച്ചു, കാണുന്നു അനിയനെ ഒന്ന് കാണുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കൊന്ന് കണ്ടാൽ കൊള്ളാം എന്ന് പറഞ്ഞു. നിർബന്ധം പിടിച്ചില്ല. ഞാൻ പറഞ്ഞു എനിക്കൊന്ന് കണ്ടാൽ കൊള്ളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരെ സാനിറ്റൈസറും വേറെ കുറേ സാധനങ്ങളും ഡ്രസ്സും ഒക്കെ ഇട്ട് ഞാൻ കയറിയിട്ട് ഞാൻ കാണുന്ന രൂപം വെൻറ്റിലേറ്ററിലാണ് എൻ്റെ അനിയൻ. വെൻറ്റിലേറ്ററിൽ കിടക്കുന്ന എൻ്റെ അനിയൻ്റെ ഇവൻ്റെ ഈ സൈഡ് ഇത്രയും സൈഡാണ് ഇവർ ഓപ്പൺ ചെയ്തേക്കുന്നത്. ഇവിടെയാണ് സാധനം ഇരിക്കുന്നത്. അപ്പോൾ ഇവൻ്റെ ബ്രെയിൻ ഇവിടുന്ന് ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത് ഭയങ്കര റിസ്ക് ആയതുകൊണ്ട് അവർ ഇത്രയും സൈഡാണ് ഇവരിങ്ങനെ ഓപ്പറേഷൻ ചെയ്തേക്കുന്നത്. ഞാൻ ചെന്ന സമയത്ത് കാണുന്നത് ഇവൻ്റെ തലയുടെ ഇത്രയും ഭാഗം പൊളിച്ച് വെച്ചേക്കുക. ഒരു മനുഷ്യനത് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ബോധം കെട്ട് വീഴും. ഇത്രയും ഭാഗം ഇങ്ങനെ പൊളിച്ച് തുറന്ന് വെച്ചിട്ട് ഇവൻ്റെ തലച്ചോറ് മാറ്റി വെച്ചിട്ട് ഇതിനകത്തുനിന്ന് ഒരു ഓസ് പോലൊരു സാധനം, അതിങ്ങനെ താഴെ ഒരു ജാറ് പോലൊരു സാധനം, അതിങ്ങനെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുക. പമ്പ് ചെയ്യുന്ന സമയത്ത് ബ്ലഡ് കൊടുകൂടാ ഇതിനകത്തുനിന്ന് ഒഴുകുക, ബ്ലഡ് ഈ ഓപ്പൺ ചെയ്ത് വെച്ചേക്കുന്ന സ്ഥലത്തുനിന്ന്. അപ്പം ഞാൻ ചോദിച്ചു, ഡോക്ടർ ഇതെന്താ പറഞ്ഞാൽ പ്രഷർ തലയിൽ പോകാണ്ടിരിക്കാനായിട്ടുള്ളതാണെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാനിത് കണ്ട് ഞാൻ അപ്പം താഴെ വന്നിട്ടാണ് ഞാൻ എൻ്റെ അമ്മയോടും എല്ലാവരോടും ഞാൻ പറയുന്നു, എൻ്റെ ഫുള്ള് മെയിൻ ഓപ്പറേഷൻ കഴിഞ്ഞു, ഇതുവരെ പ്രശ്നമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. സമാധാനിച്ചു. എനിക്ക് ഇപ്പോഴും അറിയത്തില്ല, എൻ്റെ മാതാവ് എൻ്റെ കൂടെ ഇരുന്ന് എനിക്ക് ഭയങ്കര ഒരു ശക്തിയാണ് എനിക്ക് തന്നത്. ഒരിക്കലും ഇല്ലാത്തൊരു ധൈര്യവും ശക്തി എനിക്ക് തന്നു. സമാധാനത്തിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഡോക്ടർ എന്നെ വിളിച്ച് സംസാരിച്ചിട്ട് പറഞ്ഞു, ആളിപ്പോഴും വെൻറ്റിലേറ്ററിലാണ്, കാരണം ഇവന് കാർഡിയക് അറസ്റ്റ് വരാനായിട്ട് ചാൻസ് ഉണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ആൾ കോമയിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്, അതല്ലെങ്കിൽ ഇവൻ്റെ തലയിൽ ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇത് മൂന്നുമാണ് അവർ പറഞ്ഞ ചാൻസ്. മൂന്നാമത്തെ ദിവസം ആയപ്പോഴത്തേക്കിന് ഇവൻ കംപ്ലീറ്റ് ആയിട്ട് ഇവൻ്റെ മൈൻഡ് ഫുള്ള് പോയി. അപ്പം ചെക്ക് ചെയ്താൽ പറയണ ഈ ഓപ്പറേഷൻ ചെയ്ത സൈഡ് ഇൻഫെക്ഷനായിട്ട് മെനിഞ്ചറ്റിസ് എന്ന് പറയുന്ന ഒരു അസുഖമായിട്ട് അത് മാറി ഇവന്. എൻ്റെ ഉള്ളിൽ അമ്മയും അച്ഛനും ഒക്കെ ആകെ ഇതായി. ഞാൻ പറഞ്ഞു, ദൈവം കൊണ്ടുപോകാനായിരുന്നെങ്കിൽ ഞാൻ മുന്നമേ പറഞ്ഞു, ദൈവമേ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവനെ കൊണ്ടുപോയിക്കോ, എനിക്ക് ഒരു പ്രശ്നമില്ല, കൊണ്ടുപോയിക്കോ, പക്ഷെ അവനെ എനിക്ക് തിരിച്ചു തരണേന്ന് തന്നിട്ട് ദൈവമായിട്ട് എനിക്ക് തിരിച്ചു തന്നത്, അവൻ ഉറപ്പായിട്ട് തിരിച്ചു വരുമെന്ന് പറഞ്ഞു. അതുപോലെ കറക്റ്റ് ഒരാഴ്ച അവന് കിടന്നു. അതിൻ്റെ ചികിത്സയും കാര്യങ്ങളും ഒക്കെയായി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വിട്ടു. ഇപ്പോൾ അവൻ ഏകദേശം ഫെബ്രുവരിയിലായിരുന്നു അവൻ്റെ ഓപ്പറേഷൻ. ഫെബ്രുവരി ആദ്യ ആഴ്ചയിലാണ് ഓപ്പറേഷൻ. അത് കഴിഞ്ഞിട്ട് അവൻ്റെ ഈ കാഴ്ച പോയ കണ്ണിൻ്റെ കാഴ്ച എൻ്റെ മാതാവ് എനിക്ക് അവന് തിരിച്ചു കൊടുത്തു. കേൾക്കാത്ത അവൻ്റെ ചെവിയുടെ കേൾവി അവന് തിരിച്ചു കൊടുത്തു. അനങ്ങാത്ത അവൻ്റെ കൈ, ആ കൈ ഒന്ന് പൊക്കി കാണിച്ച്, ഈ കൈ അവൻ അനങ്ങത്തില്ലായിരുന്നു, ഈ കൈ മാതാവൻ തിരിച്ചു കൊടുത്തു. ഇതുപോലെ നിൽക്കില്ല. ഞാനും എൻ്റെ അപ്പനും കൂടെ ഇപ്പം ഇവനെ കാലിങ്ങനെ പിണഞ്ഞു പോയി രണ്ടായിട്ട്. നമുക്ക് ഇവനൊന്ന് ബാത്റൂമിൽ കൊണ്ടുപോകാനോ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് കൊണ്ടുപോകണമെന്നൊക്കെ ഞങ്ങളിങ്ങനെ പിടിക്കുക. ഞാനൊരു സൈഡിൽ പിടിക്കും, അപ്പനൊരു സൈഡിൽ പിടിക്കും. ആ ഒരു അവസ്ഥയിൽ നിന്നൊക്കെ എൻ്റെ ദൈവം ഇത്രത്തോളം അവന് വിടുതൽ കൊടുത്തു. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും, ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചതല്ല എൻ്റെ അനിയനെ ഇങ്ങനെ കിട്ടുമെന്ന്. ഒരു ബോധമില്ല ആൾക്ക്, ഒരു ബോധമില്ലാണ്ട് ആൾ സംസാരിക്കുന്നയാ. എന്തെങ്കിലും അവനൊന്ന് മിണ്ടി കിട്ടാനായിട്ട് ഞാൻ സംസാരിക്കുന്ന അവനോട്. ഇതായിരുന്നു ഇവൻ്റെ അവസ്ഥ. ഈ അവസ്ഥയിൽ നിന്നാണ് എൻ്റെ മാതാവ് എനിക്ക് ഇവനെ ഇത്രത്തോളം തിരിച്ചു തന്നത്. അതിൻ്റെ ഏറ്റവും വലിയെന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഇവൻ്റെ അനുഭവം ഞാൻ എവിടെ പറയാനും എനിക്ക് ഒരു നാളും എനിക്ക് തോന്നാറില്ല. കാരണം അറിയണം, ആൾക്കാരറിയണം ഇങ്ങനെ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ടെന്ന് കർത്താവ് മനുഷ്യരറിയണം.